ഹായ്, എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു. കുറെ നാല് കൂടിയാണ് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പം ചെറുതായിട്ട് എന്താണ് പനിയൊക്കെ പിടിച്ച് നമ്മൾ റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് വീണ്ടും നോക്കാം. ഓക്കെ, ഇനിയിപ്പം കൺഫ്യൂഷൻ ആണ്. 20 ദിവസം അല്ലെങ്കിൽ ഇനിയിപ്പം ഡെയിലി വീട്ടാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഇടാൻ അത്ര ഇടാലോ, കാരണം ഓൺലൈനായിട്ട് പഠിക്കുന്നവർക്ക് അത്ര എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഓക്കെ, നമ്മൾ നോക്കുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. എഫിനകത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നോക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. നമ്മള് എഫിനകത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നാലാമത്തെ ചാപ്റ്റർ അല്ലേ? അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപിറ്റൽ അല്ലെ, ക്യാപിറ്റല് നമുക്കുണ്ടാകുന്ന കോസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പൊ പ്രിഫറൻസ് ഷെയർ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയാ, പ്രിഫറൻസ് ഡിവിഡന്റിന് വേണ്ടിയാണ് അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം, അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ബിസിനസ് സ്ഥാപനത്തിനുണ്ടാവുന്ന കോസ്റ്റിനെയാണ് ഇത്. നമുക്ക് എന്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ, എന്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ലാ, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് നോക്കാം. കാരണം കമ്പനിക്ക് ഉണ്ടാവുന്ന കോസ്റ്റ്. ഓക്കെ, അപ്പം ലോൺ എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, എക്സ്ട്രാ കോസ്റ്റ് ആണല്ലോ. സോ അതൊക്കെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്താണ് നമ്മൾ റിട്ടേൺ അല്ലെ, റിട്ടേൺ എക്സ്പെക്റ്റഡ്, റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദ പ്രൊവൈഡർ ഓഫ് ദ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ റിട്ടേൺ എക്സ്പെക്ടേഷനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്ത് റിട്ടേൺ എക്സ്പെക്ട് ചെയ്താണോ അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഫണ്ട് റൈസ് ചെയ്തേക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ആ റിട്ടേൺ എക്സ്പെക്റ്റിനെയാണ് നമ്മൾ എന്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് നമുക്കുണ്ടാവുന്നത്, നമ്മൾ കമ്പനിയാണല്ലോ, അപ്പം അഡീഷണൽ മണി അല്ലെ, അഡീഷണൽ മണി ടു പെയ്ഡ്, നമുക്ക് പേ ചെയ്യേണ്ട അഡീഷണൽ മണിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഡിവെഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി, ഈ മൂന്ന് കേസസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഡിവെഞ്ചേഴ്സിന്റെ കേസ് നമുക്ക് ആദ്യം നോക്കാം അല്ലെ. ഡിവെഞ്ചേഴ്സ്, ഡിവെഞ്ചേഴ്സിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് രണ്ട് സെറ്റ് ആണുള്ളത്. നമുക്ക് ഡിവെഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം. ഒന്ന് ഇറേഡിയബിളും ഒന്ന് റേഡിയബിളും, എന്നുവെച്ചാൽ കൺവേർട്ടബിളും നോൺ കൺവേർട്ടബിളും ആയ ഡിവെഞ്ചേഴ്സ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ് കോസ്റ്റ് ഓഫ് ഇൻറേഡിയബിൾ ഡിവെഞ്ചേഴ്സ്, അതുപോലെ തന്നെ ഇവിടെ എന്താണ് റെഡീമബിൾ ആയിട്ടുള്ള ഡിവെഞ്ചേഴ്സ്. ഇങ്ങനെ രണ്ട് കാറ്റഗറിയാണ് നമുക്കുള്ളത് അല്ലെ. അപ്പൊ ഡിവെഞ്ചേഴ്സ് ഉണ്ട്, ഡിവെഞ്ചേഴ്സിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് കോസ്റ്റ് ഓഫ് ഇൻറേഡിയബിൾ എന്നും ഒന്ന് കോസ്റ്റ് ഓഫ് റെഡീമബിൾ എന്നും. ഓക്കെ, അപ്പൊ ഇൻറേഡിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നോൺ കൺവേർട്ടബിൾ ആണ്, പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. റെഡീമബിൾ എന്ന് വെച്ചാൽ എന്താണ് കൺവേർട്ടബിൾ ആയിട്ടുള്ള ഡിവെഞ്ചേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മള് കേസ് ഓഫ് ലോണിന്റെ ഒക്കെ കേസിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിന് വരുന്ന സെയിം ഇക്വേഷൻ ആയിരിക്കും ലോണിന് വരിക കേട്ടോ. ലോണിനൊക്കെ വരുന്ന ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഇറേബിൾ ഡിവെഞ്ചേഴ്സിന്റെ സെയിം ഇക്വേഷൻ തന്നെയാണ് വരിക. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് ഡിവെഞ്ചർ അല്ലെ. കോസ്റ്റ് ഓഫ് ഡിവെഞ്ചർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെ ഡി എന്നാണ് കേട്ടോ. കെ ഡിനെ ഡിനോട്ട് ചെയ്യും. കോസ്റ്റ് ഓഫ് ഇറേബിൾ ഡിവെഞ്ചേഴ്സിന്റെ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ കോസ്റ്റ് എന്താ ലോണിനായാലും നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെ. ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നമുക്ക് അവിടെ എന്ത് കിട്ടും, നെറ്റ് പ്രൊസീഡ്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്. എന്താണ് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്? സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് എന്ന് പറയാം 1 - t. ഓക്കെ, 1 - t എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത് അവിടെ ടാക്സ് ആണ്. ഓക്കെ, അപ്പം ഐ ഡിവൈഡ് ബൈ എൻ പി ഇൻറ്റു 1 - t ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഇറേബിൾ ഡിവെഞ്ചേഴ്സ് കിട്ടും. ഇനി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ. എന്തൊക്കെയാണ് ഓരോന്ന് ടേംസ് നമുക്ക് നോക്കാം. നമുക്ക് കെ ഡി എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് എന്താണ് ഡിവെഞ്ചേഴ്സ് ആഫ്റ്റർ ടാക്സ് ആണ് അല്ലെ. അപ്പം കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സിനെയാണ് നമ്മൾ എന്താണ് കെ ഡി എന്ന് പറയുന്നത്. ഈ എന്താണ് ഐ, നമുക്ക് ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്. അടുത്ത ടി എന്ന് പറയുന്നത് എന്താണ്, ടാക്സ്. ഓക്കെ,
അടുത്ത NP എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രൊസീഡ്. ഓക്കെ, നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയും. ഓക്കെ, NP നമ്മള് ഇപ്പൊ ഈ ഒരു കേസ് ഇത്ര പഠിക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ NP കാണാനുള്ള ഫോർമുല. ഓക്കെ, NP കാണാനുള്ള ഫോർമുല ഞാൻ മറ്റേ ഇക്വേഷനോട് പറഞ്ഞിട്ട് പറയാം. ഇനി കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എങ്ങനെയാണ് എഴുതുക? കോസ്റ്റ് ഓഫ് റിഡീമബിൾ വരിക. ഞാൻ ലൈൻ ഇവിടെ നടത്തിക്കൂടെ ഒന്ന് വരയ്ക്കുകയാണേ, കാരണം നമുക്കൊന്ന് വരയ്ക്കാൻ രണ്ടും തമ്മിൽ തിരിച്ചെടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പൊ KD കാണണം. KD കഴിഞ്ഞാൽ എവിടെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് I ഡിവൈഡ് ബൈ NP അല്ലെ, ഇൻറ്റു സ്പെഷ്യൽ അറ്റേഷൻ 1 - T ആണല്ലോ. ഇവിടെ നമുക്ക് അതേ സെയിം സാധനം വരും, I ഇൻറ്റു 1 - T. അത് അതിന്റെ കൂടെ ഇത് റിഡീമബിൾ അല്ലേ, റിന്യൂവബിൾ ആണെങ്കിൽ റിന്യൂവബിൾ ആവും, കൺവേർട്ടബിൾ ആവുമ്പോൾ നമ്മൾ എഴുതുക RB മൈനസ് NP ഡിവൈഡഡ് ബൈ 2 അല്ല സോറി ഡിവൈഡ് ബൈ N ഓൾ ഡിവൈഡ് ബൈ RB മൈനസ് NP ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇവിടെ പ്ലസ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് I ഇൻറ്റു 1 - T പ്ലസ് RB മൈനസ് NP ഡിവൈഡ് ബൈ N ഓൾ ഡിവൈഡ് ബൈ എന്താണ് RB പ്ലസ് NP ബൈ 2. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇതെന്താണ് സാധനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. KD എന്താണ് പറ്റി പറഞ്ഞത്? KD എന്താണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ് തന്നെയാണ് വരിക. I എന്താണ് ഇൻട്രസ്റ്റ് പേയബിൾ ആണ്. T എന്ന് പറയുന്നത് എന്താണ് ടാക്സ് ആണ്. ഇതൊക്കെ സെയിം സാധനമാണ്. NP എന്ന് പറയുന്നത് എന്താണ് നെറ്റ് പ്രൊസീഡ് തന്നെയാണ്. സോ ഇവിടെ പറഞ്ഞ സെയിം കാറ്റഗറി ഉള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതാ ഇവിടെ നമ്മൾ പറയാത്ത കേസസ്, ഇവിടെ നമ്മൾ പറയാത്ത പുതിയ രണ്ട് ഐറ്റങ്ങളില്ലേ, എന്തൊക്കെയാ? NB അല്ലെ. NB എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിഡംഷൻ വാല്യൂവിനെയാണ് പറയുന്നത്. എന്താണ് റിഡംഷൻ വാല്യൂവിനെയാണ് നമ്മൾ NB എന്ന് പറയുന്നത്. ഓക്കെ, റിഡംഷൻ വാല്യൂ എന്നൊക്കെ പറയും നമ്മൾ. ഇനി N എന്ന് പറയുന്നത് നമുക്കറിയാം റിമൈനിങ് ടൈം അല്ലെങ്കിൽ ടെൻഡർ, അതൊക്കെയാണ് പറയുന്നത്. അപ്പം എന്താണ് റിമൈനിങ് ലൈഫ്. ഓക്കെ, റിമൈനിങ് ലൈഫ് ഓഫ് ഡിബഞ്ചറിന്റെ റിമൈനിങ് ആയിട്ടുള്ള ലൈഫ്, അതിൽ നമ്മൾ എന്ത് പറയും ടെൻഡർ എന്നൊക്കെ പറയും. ആ ഒരു എത്ര അവേഴ്സ് അല്ലെങ്കിൽ സോറി എത്ര ഡേയ്സ് എത്ര ഇയേഴ്സും കൂടി ഉള്ള കാര്യങ്ങളൊക്കെ. സോ ഇതിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന കാര്യങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ സെയിം റിലേഷൻ ആയിട്ട് വന്ന് നമുക്ക് NP കാണാനുള്ള ഫോർമുല എന്താണ്? ഇതാണ് NP കാണാനുള്ള ഫോർമുല എന്താണ്? NP കാണാൻ വേണ്ടി ഫേസ് വാല്യൂ മൈനസ് ഫ്ലക്ടേഷൻ കോസ്റ്റ് മൈനസ് എന്താണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ. എന്താണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് NP കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഫേസ് വാല്യൂ മൈനസ് ഫ്ലക്ടേഷൻ കോസ്റ്റ് മൈനസ് എന്താണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ. ഓക്കെ, ഇതില് നമ്മള് നമുക്ക് ഈ തന്നേക്കുന്ന കേസിൽ മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ ആണ്. ഇപ്പം MPS അവൈലബിൾ ആണെങ്കിൽ ഓക്കെ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? MPS അവൈലബിൾ ആണെങ്കിൽ എന്താണ് MPS is preferred than NP. NPന് കൂടെ നമ്മൾ എന്ത് എടുക്കണം? MPS എടുക്കണം. ഓക്കെ, ഇനി ഈ കേസിലാണെങ്കിലോ ഇവിടെ ആണെങ്കിലോ സെയിം കേസ് MPS അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? NP ആയിരിക്കും preferred than MPS. MPSന് കഴിഞ്ഞും കൂടുതൽ NPS തന്നെയാണ് നമ്മള് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ റിഡീമബിളിന്റെ കേസിൽ എടുക്കുക, NP ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ MPS അവൈലബിൾ ആണെങ്കിലോ നമ്മൾ കോസ്റ്റ് ഓഫ് റിന്യൂവബിൾ ഡിബഞ്ചേഴ്സ് നമ്മൾ MPS ആയിരിക്കും എടുക്കുക. അതാണ് പ്രിഫറബിൾ ആയിട്ടുള്ള കേസ്. ഓക്കെ, മനസ്സിലായോ? ഡിബഞ്ചറിന്റെ കേസ് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് പ്രിഫറൻസ് ഷെയർ നോക്കാം അല്ലെ.
ഇതാണ് പ്രിഫറൻസ് ഷെയർ. ഓക്കെ, പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർ, പ്രിഫറൻസ് ഷെയറിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, പ്രിഫറൻസ് ഷെയറിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താ? കോസ്റ്റ് ഓഫ് ഇറഡിയബിളും കോസ്റ്റ് ഓഫ് റിഡീവബിളും. ഞാൻ റിഡീവബിളിന് മാത്രമേ എഴുതുന്നുള്ളൂ, ഇവിടെ ഇറഡിയബിളിന് മാത്രമേ എഴുതുന്നുള്ളൂ. റിഡീവബിൾ റിഡീവബിൾ ആൻഡ് ഇൻറിഡീവബിൾ, ഇങ്ങനെ രണ്ട് കേസസ് ആണ് ഉള്ളത്. ഇതിന്റെ അകത്ത് വരിക നമുക്ക് എന്താണ്? പ്രിഫറൻസ് ഷെയർ അല്ലേ? സോ നമ്മൾ കെ പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. എന്താണ്? കെ പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. കെ പി ഈക്വൽ ടു എന്താണ്? പി ഡി ഡിവൈഡഡ് ബൈ എന്താ പി സീറോ. ഓക്കെ, പി ഡി ഡിവൈഡഡ് ബൈ പി സീറോ ആണ് എന്ത് ഇത് വരാം. പി ഡി എന്ന് പറയുന്നത് എന്താണ്? ആനുവൽ പ്രിഫറൻസ് ഡിവിഡന്റിനെയാണ് പി ഡി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആനുവൽ പ്രിഫറൻസ് ഡി. ഓക്കെ, അപ്പൊ പി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡി എന്ന് പറയുന്നത് എന്താണ്? ആനുവൽ പ്രിഫറൻസ് ഡിവിഡന്റ്. ഓക്കെ, ഡിവിഡന്റിനെയാണ് പി ഡി എന്ന് ഡിനോട്ട് ചെയ്യുക. ഇനി എൻ പി അല്ലെങ്കിൽ പി സീറോ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നെറ്റ് പ്രൊസീഡ് തന്നെയാണ് ഡിനോട്ട് ചെയ്യുക. സോ വീണ്ടും ഞാൻ എഴുതുന്നില്ല. ഓക്കെ, ഫ്രം ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ എന്ന് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ കെ പി ഈക്വൽ ടു പി ഡി ഡിവൈഡ് ബൈ പി സീറോ. ഓക്കെ, ഇത് പി ഡി ആണ്. പി ഡി ഇവിടെ രണ്ട് ഈക്വൽ ഉള്ള നമ്മൾ നേരത്തെ കേസിൽ പഠിച്ചു 1i ഇൻറ്റു 1 മൈനസ് ടി ചെയ്ത് കഴിഞ്ഞൊരു സ്പെഷ്യൽ അറ്റൻഷൻ ആഡ് ചെയ്തിട്ടില്ലായിരുന്നോ റിഡീവബിളിന്റെ കേസിൽ? ആ സെയിം സാധനം തന്നെ ഇവിടെ ചേർക്കുക. ഓക്കെ, പി ഡി ഇൻറ്റു അല്ലെ പ്ലസ് എന്ത് വരും? ആർ ബി മൈനസ് എൻ പി ഡിവൈഡ് ബൈ എൻ. സെയിം മോളിട്ട സെയിം സാധനം തന്നെ. താഴെ അപ്പുറത്ത് നമ്മൾ എന്തായിരുന്നു ഇട്ടിരുന്നത്? അപ്പുറത്ത് ഇട്ടിരുന്ന എൻ പി നമ്മൾ എന്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു? സ്പെഷ്യൽ കേസ് ഒന്നും മാറ്റിയിട്ടില്ലായിരുന്നോ? സോ അതുപോലെ തന്നെ ഇവിടെ അത് മാറ്റുന്നു. എന്താക്കും? മോളിട്ട് അതേ സെയിം സാധനം തന്നെ, ആർ ബി പ്ലസ് എൻ പി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ എന്താണ്? ഇത് രണ്ടും ഒന്നിച്ച് ഇങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഡിബഞ്ചർ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രിഫറൻസ് ഷെയർ ഓട്ടോമാറ്റിക് എഴുതാൻ പറ്റും. ഇനി അതല്ല പ്രിഫറൻസ് ഷെയർ നിങ്ങൾക്ക് പഠിക്കുകയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക് ഡിബഞ്ചറും എഴുതാൻ സാധിക്കും കേട്ടോ. ആർ ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? റിഡംഷൻ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ. എൻ പറയുന്നത് റിമൈനിങ് ലൈഫ് ഓഫ് എന്താണ്? പ്രിഫറൻസ് ഷെയർ ആണ്. ഓക്കെ, സോ അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. ഇനി നമുക്ക് പറയാനുള്ള കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ കേസാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 5 ആയെങ്കിലും നമുക്ക് എന്താണ് ഒരു 6 കേസസ് വരും. ഓക്കെ, കോസ്റ്റ് ഓഫ് എന്താണ്? ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ കേസ് വരുമ്പോൾ നേരില്ലായും വരയ്ക്കാം ആദ്യം. കൊടിയായിരുന്നു അല്ലെ? ഓക്കെ, ഇതിന്റെ അർത്ഥം നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് നമുക്ക് ഡിവിഡന്റ്. ഡിവിഡന്റ് പ്രൈസ് അപ്രോച്ച്. അതുപോലെ തന്നെ എന്താണ്? ഡിവിഡന്റ് തന്നെ എന്താണ്?
ഗ്രോത്ത് അപ്രോച്ച്. രണ്ടാമത്തെ എന്താണ്? ഏർണിംഗ് പ്രൈസ് അപ്രോച്ച്. അതുപോലെ തന്നെ അതിന്റെ ഡിവിഡൻഡ് ഏതാണ്? ഏർണിംഗ് ഗ്രോത്ത് അപ്രോച്ച്. ഓക്കെ. പിന്നെ നമുക്ക് വരാനുള്ളത് എന്താണ്? റിയലൈസ്ഡ് yield അപ്രോച്ച്, അല്ലെങ്കിൽ YCM എന്നൊക്കെ പറയും കേട്ടോ. yield അപ്രോച്ചിന് നമ്മൾ YCD SYCM എന്നൊക്കെ പറയാം. ഓക്കെ. പിന്നെ ലാസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? CAPM എന്താണ് നമുക്ക് പറയാം. ഓക്കെ. ഇങ്ങനെ 6 അപ്രോച്ചസ് ആണുള്ളത്. ഓക്കെ. പിന്നെ രണ്ടെണ്ണം എക്സ്ട്രാ വന്നാണ് ഗ്രോത്ത് അപ്രോച്ചുകളാണ് കയറി വന്നേക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് എന്താണെന്ന് നോക്കാം അല്ലെ. ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച്. ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് KE എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ്? KE എന്നാണ് ഡിനോട്ട് ചെയ്യുക. KE ഈക്വൽ ടു ഡിവിഡൻഡ് അല്ലെ, D ഡിവൈഡഡ് ബൈ എന്ത് വരും? നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? P0 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ KE ഈക്വൽ ടു D ബൈ PO. ഓക്കെ. PO എന്ന് വെച്ചാൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ് ആണ് കേട്ടോ. ഓക്കെ. ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്ക് ഓരോ വര അടിച്ചിടാം. അപ്പൊ എന്താണ്? ഓരോന്നും തമ്മിൽ എന്ത് ചെയ്യില്ല, കയറി ഇന്റർസെപ്റ്റ് ആവാതെ നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ. D ബൈ PO. ഗ്രോത്ത് അപ്രോച്ച് വരുമ്പോൾ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പ്ലസ് G അങ്ങോട്ട് കൊടുത്താൽ. അപ്പൊ ഇവിടെ എങ്ങനെയാ ഗ്രോത്ത് അപ്രോച്ച് വരാ? K ഈക്വൽ ടു D ബൈ P0 പ്ലസ് G. ഈ ഡിനെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് D1 ഇടാം. കറണ്ട് ഡിവിഡൻഡ്. ഓക്കെ. അപ്പൊ D1 എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? D1 കാണാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? D0 × 1 പ്ലസ് G ചെയ്താലും നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ് കിട്ടുക. ഓക്കെ. അപ്പൊ D1 പകരം ഇത് ഇട്ട് കൊടുക്കാം. D0 × 1 പ്ലസ് G. ഓക്കെ. ഇത് എന്തൊക്കെയാണ് നമുക്ക് പറയാം. ഓക്കെ. അതിന് ഇങ്ങനെ എഴുതി വെക്കാൻ നിങ്ങൾക്ക് ഒറ്റയടിക്കണം. നിങ്ങൾക്ക് ഒറ്റ ചാർട്ടിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കണേ. അപ്പൊ കോസ്റ്റ് ഓഫ് ഡിവിഡൻഡും അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ചും ഡിവിഡൻഡ് ഗ്രോത്ത് അപ്രോച്ചും നോക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു G ഇട്ടാൽ ഗ്രോത്ത് അപ്രോച്ച് ആയി. G ഇല്ലെങ്കിൽ എന്തായി? ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് ആയി. ഇനി എന്തൊക്കെയാണ് ഇത്? ഓക്കെ. എന്തൊക്കെയാണ് ഇത്? ചെയ്യുന്ന വെച്ചാൽ എന്താണ് നമുക്കറിയാം. എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്, മനസ്സിലായി. സോ D എന്താണ്? D എന്ന് പറയുന്നത് ഡിവിഡൻഡ്. എന്താണ്? ഡിവിഡൻഡ്. അതെന്തായിരിക്കും? കറണ്ട് ഡിവിഡൻഡ് ആയിരിക്കും കേട്ടോ. കറണ്ട് ഡിവിഡൻഡ് ആയിരിക്കും. അടുത്ത P0 എന്ന് പറയുന്നത് എന്താണ്? അത് മാർക്കറ്റ് പ്രൈസ് ആണ്. എന്താണ്? മാർക്കറ്റ് പ്രൈസ്. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ഇവിടെ വരുമ്പോ P0 എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് ആണ്. D എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഡിവിഡൻഡ് ആണ്. ഫസ്റ്റ് D0 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? കറണ്ട് ഡിവിഡൻഡ് അല്ലാത്ത അല്ലെ. G എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് റേറ്റ് ആണ് കേട്ടോ. ഓക്കെ. ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒന്നും എടുത്തു തരാനൊന്നുമില്ല. ഓക്കെ. അടുത്ത ഏർണിങ്സ് പ്രൈസ് അപ്രോച്ച്. ഏർണിങ്സ് പ്രൈസ് അപ്രോച്ച് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? K ഈക്വൽ ടു EPS ഡിവൈഡഡ് ബൈ P0. EPS എന്ന് വെച്ചാൽ നമുക്കറിയാം ഏർണിംഗ് പെർ ഷെയർ അല്ലെ. ഡിവൈഡ് ബൈ P0. P0യുടെ അർത്ഥം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ. ഇവിടെ G എന്ന് പറയുന്ന മാർക്ക് ചെയ്തില്ലാണ്. G എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആണ് കേട്ടോ. ഗ്രോത്ത് റേറ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ P0 എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് കേട്ടോ. മാർക്കറ്റ് പ്രൈസ്. അപ്പം ഗ്രോത്ത് അപ്രോച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ഏർണിങ്സ് അപ്രോച്ച് എങ്ങനെ എഴുതും? K ഈക്വൽ ടു EPS ഡിവൈഡ് ബൈ P0 അല്ലെ. P0 പ്ലസ് G അങ്ങോട്ട് കൊടുക്കുക. നമുക്ക് ഗ്രോത്ത് അപ്രോച്ച് ആയി. അപ്പൊ ഗ്രോത്ത് അപ്രോച്ചോട്ട് ഏത് മാറ്റണമെങ്കിൽ പ്ലസ് G ഇട്ട് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും. സോ ഇവിടെ ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ചും അതുപോലെ ഏർണിംഗ് പ്രൈസ് അപ്രോച്ചും പഠിച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അതിന്റെ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോത്ത് അപ്രോച്ചും കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഈ ഒരു 4 ഇക്വേഷൻ പഠിച്ചു എന്ന് വിചാരിക്കണം.
അടുത്ത ഈൽഡ് അപ്രോച്ച് അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്ന കണ്ടിട്ടുള്ള ഒരു ഏരിയ അല്ല. എന്നിരുന്നാൽ പോലും നമുക്ക് നോക്കാം. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ ഇക്വേഷൻ വരിക കുറച്ച് ലൈനാണ് എന്നിട്ട് നേരത്തെ വരയ്ക്കാത്തതുകൊണ്ട് നമുക്ക് പറ്റിപ്പോയ അബദ്ധമാണ്. ഓക്കെ, ഇവിടെ ഈ അബദ്ധം പറ്റില്ല. സോ ഇവിടെ നമുക്ക് നേരത്തെ ലൈൻ വരച്ചേക്കാം. ഇതിനുള്ളിൽ നിർത്താം. ഇതിനുള്ളിൽ നിർത്താം. ഇച്ചിരി ഡിഫിക്കൽറ്റി ആണ്. ഓക്കെ, ഇത് കുറച്ചുകൂടി നീട്ടിയെടുക്കാം. അപ്പൊ എന്താണ് ഫീൽഡ് അപ്രോച്ച്? ഇവിടെ നമുക്ക് KE കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യമേ കമ്പ്യൂട്ട് ഓഫ് IRR കണ്ടാൽ മതി. എന്താ റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് കാണാൻ വേണ്ടി. IRR എങ്ങനെ കാണാം? നമുക്കത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പഠിക്കും IRR. എന്നാൽ IRR കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലോവർ റേറ്റ് പ്ലസ് എന്താണ് NPV ഓഫ് ഹയർ റേറ്റ്, ലോവർ റേറ്റ് divided by NPV of lower rate minus NPV of higher rate into higher rate minus lower rate. മൈനസ് ആണ്. ഇതാണ് എന്താ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് IRS പഠിക്കാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, IRR കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യും? റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ചിലേക്ക് പോകാൻ വേണ്ടി IRR ഈക്വൽ ടു ലോവർ റേറ്റ് പ്ലസ് NPV ഓഫ് ലോവർ റേറ്റ് ഡിവൈഡഡ് ബൈ എന്താണ് NPV ഓഫ് ലോവർ റേറ്റ് മൈനസ് NPV ഓഫ് ഹയർ റേറ്റ് ഇൻറ്റു HR മൈനസ് ലോവർ റേറ്റ്, ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. ഇപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ 10 അടിക്കണമെങ്കിൽ അതായിരിക്കും ലോവർ. അപ്പം നമുക്ക് വേറൊന്നും 15 ആണെങ്കിൽ 10 ലോവർ റേറ്റും 15 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹയർ റേറ്റും ആയിരിക്കും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? CAPM. എന്താണ് CAPM? CAPM എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആസറ്റ് പ്രൈസിങ് മോഡലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CAPM എന്ന് പറയുന്നത്. എന്താണ്? ക്യാപിറ്റൽ ആസറ്റ് പ്രൈസിങ് മോഡലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CAPM എന്ന് പറയുന്നത്. ഇതിന്റെ ഇക്വേഷൻ വരിക എന്ന് പറയുന്നത് KE ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. ഇത് ബീറ്റ ആണ്, ബി അല്ല, ബീറ്റ ആണ്, ബീറ്റ കോയിഫിഷ്യന്റ് കേട്ടോ. അപ്പം നമുക്ക് KE എന്താണെന്ന് അറിയാം. ഓക്കെ, KE എന്താണെന്ന് അറിയാം. അപ്പം RF എന്ന് വെച്ചാൽ എന്താണ്? RF എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ ആണ്. റിസ്ക് ഫ്രീ ആയിട്ടുള്ള റിട്ടേൺ, റിസ്ക് ഫ്രീ ആയിട്ടുള്ള റിട്ടേണിനെയാണ് നമ്മൾ RF എന്ന് സൂചിപ്പിക്കുന്നത്. സോ അതിന്റെ വാല്യൂ ബി എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ കോഎഫിഷ്യന്റ് അല്ലെ, ബീറ്റ കോഎഫിഷ്യന്റ്. ഇനി RM എന്ന് പറയുന്നത് മാർക്കറ്റ് റിട്ടേൺ. എന്താണ്? മാർക്കറ്റ് റിട്ടേണിനെയാണ് RM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി RM മൈനസ് RF എന്ന് വെച്ചാൽ മാർക്കറ്റ് റിസ്ക് പ്രീമിയത്തെയാണ് പറയുന്നത്. ഓക്കെ, RM മൈനസ് RF ഒന്നിച്ച് പറയുന്നത് എന്താണ്? മാർക്കറ്റ് റിസ്ക് പ്രീമിയം. ഓക്കെ, റിസ്ക് പ്രീമിയം. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്താ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്കൊന്ന് ചുടുന്നു. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇപ്പൊ നമ്മൾ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ അകത്ത് നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ അകത്ത് നമ്മൾ പഠിച്ച കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന റിസ്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യണേ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മള് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അഡീഷണൽ മണി പേ ചെയ്യുന്നത്. ഓക്കെ,
അതിൽ ഡിബഞ്ചേഴ്സിന്റെ കേസ് പഠിച്ചു. അത് ഇറേഡിയബിളും ഉണ്ട് റിവഡേബിളും ഉണ്ട്. ഇറേഡിയബിളിന് വ്യത്യാസമാക്കുന്നത് എന്താണ്? ആർ ബി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ എൻ ഓൾ ഡിവൈഡ് ബൈ ആർ ബി പ്ലസ് എൻ പി ബൈ 2. ഇത് തന്നെയാണ് എന്താ ഇറേഡിയബിൾ കേസ് ഓഫ് പ്രിഫറൻസ് ഷെയറിനകത്തും ആഡ് ചെയ്യുക. പി ഡി എന്താണ്, പി ഒ എന്താണ് ഒക്കെ നമ്മൾ പറഞ്ഞു. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മള് എന്താണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് 6 ഇക്വേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 6 ഇക്വേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എന്താണ് ഡിവിഡന്റ് പ്രൈസ് അപ്രോച്ച്, ഗ്രോത്ത് അപ്രോച്ച്, പ്രൈസ് ഏണിംഗ് അപ്രോച്ച്, ഏണിംഗ് എന്താണ് ഗ്രോത്ത് അപ്രോച്ച്, അതുപോലെ റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച്, അതുപോലെ CAPM. ഓക്കെ, ഇങ്ങനെയുള്ള അപ്രോച്ചുകളാണ് പഠിച്ചത്. അത് ഡിവിഡന്റ് പ്രൈസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഡിവിഡന്റ് ഡിവൈഡ് ബൈ P0. അതിൽ ഗ്രോത്ത് അപ്രോച്ച് വരുമ്പോൾ പ്ലസ് സി ഇടുന്നു. ഏണിംഗ് അപ്രോച്ചിനകത്ത് ഏണിംഗ് പെർ ഷെയർ ഡിവൈഡ് ബൈ P0, അത് ഗ്രോത്ത് വരുമ്പോൾ പ്ലസ് ജി ഇട്ട് കൊടുക്കുന്നു. പിന്നെ എന്താണ് നമ്മൾ റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച് ആണെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് IRR കാണാൻ പറഞ്ഞു. കമ്പ്യൂട്ടേഷൻ ഓഫ് RRന്റെ ഇക്വേഷൻ നമ്മൾ തന്നിട്ടുണ്ട് ഇല്ലേ, കമ്പ്യൂട്ടേഷൻ ഓഫ് IRR തന്നിട്ടുണ്ട്. പിന്നെ CAPM ക്യാപിറ്റൽ ആസറ്റ് പ്രൈസിംഗ് മോഡലിന്റെ ഇക്വേഷൻ ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഡിവൈഡ് ഇൻറ്റു RM മൈനസ് RF. RF എന്ന് വെച്ചാൽ റിസ്ക് ഫ്രീ റിട്ടേൺ, ബീറ്റ കോഎഫിഷ്യന്റ്, RM എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റ് റിട്ടേൺ, അതുപോലെ തന്നെ RM മൈനസ് RF എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റ് റിട്ടേൺ അല്ലെങ്കിൽ മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയും കേട്ടോ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്കകത്തുള്ളത്. ഇതിന്റെ അകത്തുള്ള കേസാണ് WACC എന്ന് പറയും, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ഇത് കാണാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ആദ്യമേ വേണ്ടത് എന്ന് പറയുന്നത് നമുക്കൊരു കോളമാണ് അല്ലെ. ഒരു കോളം വരയ്ക്കാം. WACC കാണാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. ഓക്കെ, ഒരു ബോക്സ് വരയ്ക്കണം. ബോക്സിനകത്ത് നമ്മൾ എത്ര ഇരിക്കുന്നു? ഒരു 1 2 3 4 5 ബോക്സസ് ഇരിക്കുന്നു. ഓക്കെ, മുൾപ്പ് ഒരുപോലെ വെച്ചാൽ നമുക്ക് ഇവിടെ വരയ്ക്കുമ്പോൾ വീഡിയോ അളവ് വരച്ചെന്നുള്ളൂ കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് ബോക്സ് നമ്മൾ എന്ത് ചെയ്തു? സോഴ്സ്. എന്താണ് അതിന്റെ സോഴ്സ്? ഓക്കെ, സോഴ്സ് എന്താണ് ഇത്? ഓക്കെ, നമ്മൾ സോഴ്സ് ചെയ്തു. സോഴ്സ് ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്തു. ഇവിടെ നമ്മുടെ ബുക്ക് വാല്യൂ ചെയ്തു. ഇത് കൃത്യമായിട്ട് പ്രൊപ്പോർഷൻ ചെയ്യും. ഇവിടെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് ഇവിടെയാണ്. ഇതിന്റെ അകത്ത് തന്നെ നമ്മള് എന്താണ് WACC കാണാം കേട്ടോ. WACC കാണാൻ വേണ്ടിയുള്ള. അപ്പൊ ഇവിടെ നമുക്കുള്ള സ്റ്റെപ്സ് എന്താണ്? സ്റ്റെപ്സ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ എവിടെ നിന്നാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഐഡന്റിഫൈ സോഴ്സ് ഓഫ് ഫിനാൻസ്. സോഴ്സ് ഓഫ് ഫിനാൻസ് ഏതാണ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? അത് ഐഡന്റിഫൈ ദ കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ വന്നേക്കണേ ഓരോന്നിന്റെ സോഴ്സിലും കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ പ്രൊപ്പോർഷൻ ഓഫ്
ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഓരോ ക്യാപിറ്റലിന്റെ സോഴ്സിന്റെ എന്ത് ചെയ്യുക, പ്രൊപ്പോർഷൻസ് കണ്ടുപിടിക്കുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാ, മൾട്ടിപ്ലൈ എന്ത് ചെയ്യാ, കോസ്റ്റ് ആൻഡ് പ്രൊപ്പോർഷൻ. കോസ്റ്റും പ്രൊപ്പോർഷനുകളുടെ ഓരോ സോഴ്സിനും ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, സോഴ്സ് ഏതൊക്കെയാണ് എഴുതുക. ഓക്കെ, ഏതൊക്കെ സോഴ്സ് ആണുള്ളത്, ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ, ഇത് ഏതൊക്കെയാണ് സോഴ്സ്, അതിന്റെ ഓരോന്നിനെയും കോസ്റ്റ് എഴുതുക. അതിലുണ്ടാവുന്ന ബുക്ക് വാല്യൂ നമ്മൾ കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ പ്രൊപ്പോർഷൻസ് കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, കോസ്റ്റ് ഇൻറ്റു പ്രൊപ്പോർഷൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, വെയിറ്റഡ് ആവറേജ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യമാണ് എന്താ, ഗ്രോത്ത് റേറ്റ് അല്ലെ. ഗ്രോത്ത് റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് EPS ബേസിസിലാണ് ഗ്രോത്ത് റേറ്റ് കാണണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, EPS ഇൻ കറണ്ട് ഇയർ മൈനസ് EPS ഇൻ പ്രീവിയസ് ഇയർ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാ, EPS ഇൻ പ്രീവിയസ് ഇയർ ചെയ്താൽ ഗ്രോത്ത് റേറ്റ് കിട്ടും. നമ്മൾ EPS ബേസിലാണ് ഗ്രോത്ത് റേറ്റ് കാണണമെങ്കിൽ എങ്ങനെയാണ് കാണാൻ, EPS ഇൻ കറണ്ട് ഇയർ മൈനസ് EPS ഇൻ പ്രീവിയസ് ഇയർ ഡിവൈഡഡ് ബൈ EPS ഇൻ പ്രീവിയസ് ഇയർ. കേട്ടോ, നോട്ടായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ പറയാമെങ്കിൽ റിസ്ക്, സോഴ്സ്, അല്ല എക്സ്പെക്ടേഷൻ, ഇവര് തമ്മിൽ ചെറിയ കണക്ഷൻ ഉണ്ട് അല്ലെ. നമുക്ക് റിസ്ക്, ഓക്കെ, റിസ്ക് ഓരോന്നിന്റെയും സോഴ്സ്, അതിലുണ്ടാകുന്ന എക്സ്പെക്ടേഷൻ. നമുക്ക് റിസ്ക് കൂടിയാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ കൂടൂലേ. നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഫണ്ട് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു റിസ്ക് ഉണ്ട്. അവിടെ കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന്റെ നമ്മൾ ഇടുന്നതിന്റെ 4 ഇരട്ടി തിരിച്ചു കിട്ടും എന്നുള്ള വിചാരിച്ചല്ലേ, ആണല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്ന ഒന്ന് ഇക്വിറ്റി, എന്താണ്, ഷെയർ, ഇക്വിറ്റി ഷെയർ. രണ്ടാമത്തെ എന്ന് പറയുന്ന അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെപ്റ്റ്. പിന്നെ എന്താണ്, സെക്യൂർഡ് ഡെപ്റ്റ്. സെക്യൂർഡ് ഡെപ്റ്റ് എന്തായാലും എന്താണ്, റിസ്ക് കുറവാണല്ലോ. ഇപ്പൊ ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്ന റിസ്ക് എന്ന് പറയുന്നത് വെരി ഹൈ അല്ലേ. അപ്പൊ വെരി എന്താണ്, ഹൈ ആണ് റിസ്ക് എന്ന് പറയുന്നത്. സോ എക്സ്പെക്ടേഷൻ അവിടെ എന്ത് ചെയ്യും, വെരി ഹൈ ആയിരിക്കും, ആണല്ലോ. അൺസെക്യൂർഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് അല്ലേ. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ മോഡറേറ്റ്. അപ്പൊ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും, മോഡറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മീഡിയം ആയിരിക്കും, ആണല്ലോ, ആണ്. സെക്യൂർ ഡെപ്റ്റിന്റെ റിസ്ക് എന്തായിരിക്കും, ലോ ആണ്, നമ്മൾ പറഞ്ഞല്ലോ, വെരി ലോ. സോ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും, വെരി ലോ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് മനസ്സിലാവണം നമ്മുടെ സോഴ്സ് എന്താണെന്ന് നോക്കാം, എന്നിട്ട് അതിനനുസരിച്ച് അതിലുണ്ടാകുന്ന റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പെക്ടേഷൻ എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, നമുക്ക് എങ്ങനെയാണ് ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താണ് അവിടെ വേണ്ടത്, നമ്മുടെ ടാർഗറ്റ് അവിടെ ഫെയിൽ ആയി പോലെ. അപ്പം ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പിടിച്ച് നമുക്ക് മനസ്സിലാക്കി നമുക്കൊരു 25% നമുക്ക് മാറ്റി വെക്കണം. ഓക്കെ, അപ്പൊ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റും. നമ്മളുടെ കണ്ടുപിടിച്ച അളവ് തെറ്റാണ്, നമുക്ക് വേണ്ടത് 20 ആണ്, നമ്മൾ പക്ഷെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു 10% നമ്മൾ മാറ്റിയിട്ടുള്ളൂ, നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസിങ് ചെയ്തിട്ടില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ, ഇല്ല. സോ അത് ഫെയിൽഡ് ആയിരിക്കും. സോ എന്താ, ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഭാവി പിന്നെ ഫണ്ട് കിട്ടുമോ, ഇല്ല. ഓക്കെ, അപ്പൊ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റല് എന്താണ്, റിട്ടേൺ കഴിഞ്ഞ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റല് റിട്ടേണിങ് കഴിഞ്ഞ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഗ്രി ചെയ്യാം. നമുക്കൊരു പ്രൊജക്ടിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊജക്ട് ടേക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ യെസ് നമുക്ക് ടേക്ക് ചെയ്യാം.
ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണ്, റിട്ടേണിങ് കഴിഞ്ഞും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ നമ്മൾ ആ പ്രൊജക്ട് ചെയ്തുകൊണ്ട് നല്ല ഗുണമുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊജക്ട് ഒന്നെങ്കിൽ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നോ പറയാം, അല്ലെ? ഇവിടെ എസ് അല്ലെങ്കിൽ നമുക്ക് അപ്സെറ്റ് ദ പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊരു നോട്ടാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനും കഴിഞ്ഞും റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രൊജക്ട്. ഇപ്പൊ നമുക്ക് 2-3 മിഷൻസ് ഉണ്ട്, മിഷൻ എ, മിഷൻ ബി, മിഷൻ സി. ഇതിലെ മിഷൻ എയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് ഹൈ റിട്ടേൺസ് കിട്ടും. ഓക്കെ, മിഷൻ ബി ആണെങ്കിൽ നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. മോഷൻ സി എന്ന് പറയുന്നത് നമുക്ക് ലോസ് ആണ് സംഭവിക്കുക. ലോസ് ഒരു 5 lakhs ലോസ് സംഭവിക്കും. നമ്മൾ സി എടുക്കൂ? ഇല്ല. ഓക്കെ, കോസ്റ്റ് അനലൈസ് ചെയ്ത് നമുക്ക് എ ആണ് നല്ലത്, സോ നമ്മൾ എ എടുത്തു. ഓക്കെ, നമുക്ക് സെയിൽസ് വാല്യൂയും കിട്ടും, നമുക്ക് നല്ല രീതിയിൽ സെയിൽസും ഗുഡ്സും യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇതിന്റെ സാവേജ് വാല്യൂ എന്ന് പറയുന്നതും ഹൈ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒക്കെ വെച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാം ഏത് മിഷൻ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്, ചീത്തതെന്നൊക്കെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് കാണാം. ഗ്രോത്ത് റേറ്റ് ആണ് നമുക്ക് ഇ പി എസിന്റെ ബേസിലാണ് നമ്മൾ ഗ്രോത്ത് റേറ്റ് കാണാൻ പഠിച്ചു. ഇ പി എസ് ബേസ്ഡ് അല്ലെങ്കിൽ നമുക്ക് കാണാം ബി ഇൻറ്റു ആർ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോത്ത് റേറ്റ് കിട്ടും. ബി ഇൻറ്റു ആർ. ബി എന്ന് പറയുന്നത് എന്താണ്? റിട്ടേൺ റേഷ്യോ ആണ്. ആർ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ROI. ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന റിട്ടേഷൻ റേഷ്യോ ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ റിട്ടേഷൻ റേഷ്യോ ഇൻറ്റു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് എന്ത് കിട്ടും? ഗ്രോത്ത് റേറ്റ് കിട്ടും. ഇപ്പൊ നമുക്ക് ഇഫ് എ കമ്പനി പെർഫോം ബെറ്റർ ദാൻ ദ മാർക്കറ്റ് ദെൻ ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇപ്പൊ മാർക്കറ്റ് നമ്മുടെ ബീറ്റയുടെ വാല്യൂ ഉണ്ടല്ലോ, ബീറ്റയുടെ വാല്യൂ, ബീറ്റ എവിടെയാണുള്ള? നമ്മള് CAPM പഠിച്ചപ്പം ബീറ്റ പഠിച്ചില്ലേ? അപ്പൊ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ബീറ്റ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? കമ്പനിയുടെ പെർഫോമൻസ് പറഞ്ഞാൽ മാർക്കറ്റിനുള്ളതിനെ കഴിഞ്ഞ് നല്ല പെർഫോമൻസിലാണ് കമ്പനി പെർഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ബീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിലോ? ലെസ് ദാൻ 1 ആണെങ്കിൽ മനസ്സിലാക്കേണ്ട മാർക്കറ്റിന്റെ വാല്യൂയും കഴിഞ്ഞും ലോ പെർഫോമൻസ് ആണ് കമ്പനി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇക്വിലിബ്രിയം പ്രൈസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് പെർ ഷെയർ നമുക്ക് നോക്കാം. അത് കൂടുതലും CMയുടെ കേസിലാണ് വരിക. ഓക്കെ, ഇക്വിലിബ്രിയം സ്ക്രീൻ ഔട്ട്. കേട്ടോ, സ്ക്രീൻ ബാങ്ക് ആയപ്പോഴാണ്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? ഇക്വിലിബ്രിയം പ്രൈസ് അല്ലെ? ഇക്വിലിബ്രിയം പ്രൈസ് പെർ ഷെയർ ഇതിന്റെ പ്രധാനമായിട്ട് CMയ്ക്കാണ് ഉള്ളത്. CMയ്ക്ക് അങ്ങനെ ചോദിച്ചു വന്നിട്ടില്ല. ഓക്കെ, ഇതിന് ഇക്വേഷൻ വരികയെന്ന് പറയുന്നത് ഡിവിഡൻഡ്, കറന്റ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് ഗ്രോത്ത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇതൊരു നോട്ടായിട്ട് വേല വിചാരിച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വന്നാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇക്വിലിബ്രിയം പ്രൈസ് കാണാൻ പറഞ്ഞതൊക്കെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. If the current market price is higher than equilibrium price, which means the value was over or high. നമുക്ക് കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്, കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഹയർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആണ് അല്ലെങ്കിൽ ഓവർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ലോവർ ആണെങ്കിലോ? കറന്റ് മാർക്കറ്റ് പ്രൈസ് ലോവർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സംഭവം എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആണ്. എന്താണ്? അണ്ടർ വാല്യൂഡ് ആണ്. If the current market price is less than equilibrium price, which means the worth buying it is under value. നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് വാങ്ങാം. കാരണം ഇപ്പൊ അത് മാർക്കറ്റ് വാല്യൂ കുറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷെ മാർക്കറ്റ് പെർഫോമൻസിങ് കഴിഞ്ഞ് കുറവിലാണ്, മാർക്കറ്റിൽ അതിനും കൂടുതലുണ്ട്, ഇക്വിലിബ്രിയം പ്രൈസിന് കഴിഞ്ഞ് കൂടുതലാണ് മാർക്കറ്റ് വാല്യൂ എങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാമല്ലോ. സോറി, കുറവാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. മാർക്കറ്റ് വാല്യൂ
ലോവർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ് ആണെങ്കിൽ നമുക്ക് അത് മേടിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ അത് കൂടുതലായിട്ട് ബെനിഫിറ്റ് ആണ്. സോ equivalent price, if the current market price is higher than the equivalent price, which means the value was over or high. So if the current market price is lower than the equivalent price, which means it's worth to buy. നമുക്ക് ആ ഒരു വിഷയം ഉപയോഗിക്കാൻ പറ്റും. അപ്പം കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇസ് ലോവർ ദാൻ ഇക്വിവലന്റ് പ്രൈസിന് കഴിഞ്ഞ് ലോവർ ആണ് കറണ്ട് മാർക്കറ്റ് വാല്യൂങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സംഭവം വാങ്ങാം. വർത്താണ് വാങ്ങുന്നത് കൊണ്ട് അത് അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുവാണ്, മറ്റെന്താണ് ഓവർ വാല്യൂഡ് ആയിരിക്കും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് പഠിക്കാനുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ അകത്ത് കേട്ടോ. ഡേ 7 ആണ്, ഡേ 7 അല്ലേ, ഡേ 7 ആണ് അല്ല, ഡേ 7 ഓർ ഡേ 8. സോ കമ്പലായി നമ്മൾ പക്കാ ഡേ ആയിട്ട് ഇട്ടേക്കണം. സോ പിന്നീട് വരുന്നവർക്കായാലും എത്ര ദിവസത്തിൽ നമുക്ക് ഓരോന്ന് ഇത്ര അവറിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് കേട്ടോ റിവിഷൻ സീരീസ് പോലെയാണ് പോയത്, എന്നിരുന്നാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് ക്ലാരിറ്റി പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ താരം നോട്ടായിട്ട് കൊടുക്കുക. സോ വരുന്ന സ്റ്റുഡൻസ് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പ്രതീക്ഷിക്കുന്നു. കാരണം എന്നാലാണ് നമുക്ക് കൂടുതലായിട്ട് വീഡിയോസ് ചെയ്യാൻ, കാരണം വീഡിയോസ് ഇടുമ്പോൾ സ്റ്റുഡൻസിലേക്ക് എത്തുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ട് മനസ്സിലാക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ, CA/CMA ഒക്കെ പഠിക്കുന്നതൊക്കെ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ക്ലാസ്സിന് അടുപ്പിച്ചുണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് ഉണ്ടാവുള്ളൂ. 2 ദിവസം 2 ദിവസം ഒന്നിച്ചിടാൻ പറ്റുമെന്നുള്ളത് കേട്ടോ. ഓക്കെ.